ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു നാടൻ ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാനിവിടെ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. 4 വറ്റൽമുളക് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ്, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അതിനകത്ത് 2 ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കണം. മല്ലിയും മുളകും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിക്കണം. അത് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാണ്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനകത്തൊരു 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങ കരിഞ്ഞു പോകാനേ പാടില്ല. അപ്പം തന്നെ കറീൻ്റെ മുഴുവൻ ടേസ്റ്റും പോവും. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും കൈവിടാണ്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നാടൻ കറിക്കെല്ലാം മസ്റ്റല്ലേ. അപ്പോൾ ഞാനിവിടെ മല്ലിയില ചേർക്കുന്നേ ഇല്ല, കറിവേപ്പില മാത്രമാണ് ഈ കറിയിൽ ചേർക്കുന്നതുള്ളൂ. അപ്പോൾ ഇനി ഒരു വെല്ലുള്ളിൻ്റെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയാണ് ശരിക്കും ചേർക്കേണ്ടത്, പക്ഷേ എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെല്ലുള്ളിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാൻ കുറച്ച് അധികം സമയമെടുക്കുമെങ്കിലും നല്ല കറിയായിരിക്കും, നല്ല ടേസ്റ്റിയായ കറിയായിരിക്കും ഈ നമ്മളെ തേങ്ങ വറുത്തരച്ച കറി. അപ്പം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നല്ലോണം ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയിലൊന്ന് നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്, കുറഞ്ഞ് ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരു തക്കാളീൻ്റെ പകുതി തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും ഈ കറിക്ക് കിട്ടും. നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തക്കാളി ഒന്ന് വാടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാനൊരു 1/4 സ്പൂൺ വേണ്ട, അതിന് കുറച്ച് ഒരു ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി നല്ല ഫ്ലേവർ കൊടുക്കും ഈ കറിക്ക് ഇപ്പം ഈ സമയത്ത് ചേർത്താൽ. പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും മല്ലി ഇടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ചൂടാറിയിട്ട് ഇത് നമുക്ക് മിക്സിയിൽ അരക്കാൻ പാടുള്ളൂ. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ, ഒരു കടായിൽ നമുക്ക് 2 ടേബിൾ സ്പൂണ്, കുറച്ചധികം വേണം, 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു പോണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പച്ചപ്പ് മാറിയാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു 2 വെല്ലുള്ളി ചെറുതായിട്ട് മുറിച്ച് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് തന്നെ മുറിക്കാനൊന്ന് ശ്രദ്ധിക്കുക. വലുതായിട്ട് മുറിച്ചാൽ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. സാധാരണ പറയുന്ന പോലെ തന്നെ മുറി നന്നായാലേ കറി നന്നാവുമെന്ന് പറയും പഴമക്കാരൊക്കെ. അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് നല്ല കറി കിട്ടും. അപ്പം ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിക്കാൻ ശ്രദ്ധിക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും വെല്ലുള്ളിയെല്ലാം നന്നായിട്ട് പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ട് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചപ്പ് മാറുന്നവരെ, റോ ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് ഇത് വഴറ്റി തന്നെ എടുക്കണം.
അപ്പോൾ ഇതിനകത്തൊരു 2 എരിവില്ലാത്ത പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലൊരു നാടൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തേങ്ങ അരക്കുമ്പോഴും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിന് ഒന്ന് നന്നായിട്ട് വഴടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ചേർക്കണമെന്നില്ല. ഒന്ന് ഉള്ളീൻ്റെ വെല്ലുള്ളീൻ്റെ ഒന്ന് വഴന്ന് കിട്ടിയിട്ട് ഒന്ന് ചേർത്താൽ വേറെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റട്ടെ. അപ്പോൾ ഏകദേശം ഉള്ളി നന്നായിട്ട് ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ഞാൻ ആദ്യം 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഇതിൻ്റെ ആ ഒരു പൊടീൻ്റെ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ തീ വെക്കാനേ പാടില്ല. ഒരു മീഡിയം ടു ലോ മാത്രം വെച്ചാൽ മതി. മീഡിയം വെക്കണമെന്നില്ല, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പൊടിയപ്പം കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ പറയുന്നത് അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഒന്ന് തണുത്തിട്ടുണ്ട്, ഒന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരച്ച് കൊണ്ടുവരാം. ഇതിനകത്ത് ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇത് ഉടയുന്ന രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം ഇത് പച്ചപ്പ് ഒരിക്കലും ഈ കറിയിൽ ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു ടേസ്റ്റ് ഇത് കിട്ടുകയും ചെയ്യും ഇത് നന്നായിട്ട് വഴറ്റിയാൽ. അപ്പം ഇനി ഇതിനകത്ത് വഴന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ട്, ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട് ഈ നാടൻ കറിയിൽ. ഈ തേങ്ങേൻ്റെ ആ ഒരു പച്ചപ്പ് നന്നായിട്ട് ഇത് വെന്തതിന് ശേഷമാണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചപ്പ് മാറിയതിന് ശേഷം ഞാൻ കഷ്ണങ്ങൾ 1 കിലോ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ നന്നായിട്ടിത് ഒന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു 1/4 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണമെങ്കിൽ ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടെ വെള്ളം ഇതിനകത്ത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് 1 കിലോ ചിക്കൻ ഞാനിവിടെ കുറച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. കുറച്ച് കറി പീസായിട്ട് മുറിച്ചത്, നമ്മൾ കറീൻ്റെ പീസായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങും. കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റെല്ലാം ഒന്ന് നോക്കാം. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ചേർത്തതല്ല, തേങ്ങ ചേർത്തതല്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്കിനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒരിക്കലും പച്ചവെള്ളം ചേർക്കാനേ പാടില്ല, ഇളം ചൂടുള്ള വെള്ളം ചേർത്തത്.
അപ്പം അതൊന്നും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് തീ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം പീസെല്ലാം ഒന്ന് നന്നായിട്ട് വെന്തോന്നൊന്ന് നോക്കാം. ചിക്കൻ്റെ ആ വേവ് നിങ്ങൾ ഓരോ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വേഗം ചിക്കൻ വേഗം വേവുന്ന തരത്തിലുള്ള ചിക്കനാണ്. നാട്ടിലാണെങ്കിൽ ചിക്കന് കുറച്ച് കൂടുതൽ വേവുള്ള ടൈപ്പാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കുക്കിംഗ് ടൈം കുറച്ചൊന്ന് വേരിയേഷൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഞാനിവിടെ വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറി ഒന്ന് തുറന്ന് നോക്കാം. കറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഈ സമയം കറി ഇതിനകത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് തിക്കായിട്ട് ഉള്ള രീതിയിലാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഞാനിവിടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പം തന്നെ നല്ലൊരു തിക്ക് ഗ്രേവി ആണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ല? അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പം ഈ നാടൻ കറി നമ്മൾ പത്തിരിക്കും അപ്പത്തിനും നെയ്ച്ചോറിനും എല്ലാത്തിനും നല്ല ചപ്പാത്തിക്ക് വരെ നല്ലൊരു കോമ്പിനേഷനായ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഒരു മെത്തേഡിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റാണ് ഈ കറി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ സെർവ് ചെയ്യുന്നത് കല്ലപ്പത്തിൻ്റെ കൂടെയാണ്. അപ്പം നല്ല കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.